പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ UK യാത്രയിൽ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായിരുന്നു അനുമതിയെങ്കിലും ഫണ്ട് പിരിവിനായി ആ യാത്ര ദുരുപയോഗം ചെയ്തെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ് റാവുത്തർ, വിജിലൻസിന്റെ കൂടുതൽ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ യാത്രയാണ്, അതോടൊപ്പം തന്നെ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള യാത്രയാണെന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുമ്പോൾ വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അത് മറികടന്നുകൊണ്ട് UK-യിൽ നിന്ന് ഫണ്ട് പിരിവ് നടത്തി പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നാണ് വിജിലൻസ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. അതിൽ ഈ വിജിലൻസ് CBI അന്വേഷണം ശുപാർശ ചെയ്യുന്നടക്കമുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് വി.ഡി. സതീശൻ UK-ലേക്ക് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. UK യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിൽ ഇക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമസഭാ സെക്രട്ടറി വി.ഡി. സതീശന്റെ UK യാത്രയ്ക്കായി NOC നൽകിയതും സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ്. എന്നാൽ ഈ യാത്രാനുമതി അത് മറികടന്ന് UK-യിൽ പോയി ഫണ്ട് പിരിവിനായി വി.ഡി. സതീശൻ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, വി.ഡി. സതീശന്റെ UK യാത്രയ്ക്ക് പിന്നിൽ ആസൂത്രണവും വിദേശ ഫണ്ട് കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢാലോചനയും നടന്നുവെന്നൊക്കെ വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ മലയാളികൾക്കായി UK-യിൽ നടത്തിയ പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുത്ത ഓരോരുത്തരോടും 500 പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുന്ന വീഡിയോ അടക്കം വിജിലൻസിന്റെ പക്കലുണ്ടെന്നും ഇത് FCRA നിയമത്തിന്റെ ലംഘനമാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വിജിലൻസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. ദിലീപ് കുമാർ, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.